എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ നേപ്പാൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിലാണ്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മുട്ടായി ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് മുതലേ അവനും വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് എന്തായാലും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മക്കളെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സേലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സാത്തൂർ വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അങ്ങോട്ട് പോവാണ്, എന്നിട്ട് അവിടെ നിന്ന് ബാക്കി ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ സലൈപുദൂർ ടോൾ പ്ലാസ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ആ വണ്ടി. പുള്ളിക്കാരൻ ഇവിടെ എന്തോ സ്റ്റോക്ക് എന്തോ ഇറക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ വെളുപ്പിനെ 3:45 കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ 5 മണിയായപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി കിട്ടിയിരിക്കുകയാണ്. अभी कौन सा जगह में जा रहा है? कोइलपट्टी ओके 50 किलोमीटर मिलेगा. ठीक है. ഇപ്പൊ നമുക്കൊരു ജോറി ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനെ വെച്ച് ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ ഇപ്പൊ നമ്മൾ പോകുന്നത് കോയിൽപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പുള്ളി ഇതുപോലെ വലിയ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടോ. आप कौन सा जगह एक्सप्लोर किया? ऑल इंडिया शिमला तक गया. शिमला ओके. उसके बाद तक गया. श्रीनगर, शिमला, असम, बिहार, ओडिशा, हिमाचल, नेपाल, काठमांडू तक गया. सिलीगुड़ी. आपको ट्रैवल करने के लिए पसंद है ज्यादा? പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ 41 വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുകയാണ്. പുള്ളിക്കാരൻ നമുക്ക് സ്മാർട്ട് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കീപാഡ് ഫോണിലാണ് പുള്ളിക്കാരൻ പോകുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത്. എല്ലാ സ്ഥലങ്ങളും അറിയാം. എന്തായാലേ എങ്ങനെയും കുറെ മനുഷ്യർ. ഇപ്പോ ടൈം 6:15. ജസ്റ്റ് ഒന്ന് വാങ്ങി. നമ്മളിപ്പോ ഇവിടെ വിരുദുനഗർ കളക്ടറേറ്റിന് ഫ്രണ്ടിലാണിപ്പോൾ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ വിട്ട് പോവാണ്. പുള്ളിക്കാരൻ വേറെ വഴിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ മധുരയിൽ ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. മധുരത്താണ് മധുര വരെ പുള്ളിക്കാരൻ കേട്ടോ. ഗൈസ് അങ്ങനെ 7:30 ആയപ്പോൾ നമ്മള് കന്യാകുമാരി മധുരൈ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3ാമത്തെ വണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോകാം. യെസ്, അപ്പോൾ നമ്മൾ ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചൂടുവെള്ളം മേടിക്കണം. ചൂടുവെള്ളം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഓട്സ് ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുള്ളിക്കാരൻ മാനേജറിന്റെ പെർമിഷൻ മേടിക്കാൻ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് നോക്കട്ടെ. നമുക്ക് ഓട്സ് ഉണ്ടാക്കാനായിട്ട് അവരൊരു പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതിൽ വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല. എന്നാലും പിന്നെ ചൂടുവെള്ളത്തിൽ വാട്സപ്പൊക്കെ പ്രൊഫഷണലാ. നമുക്ക് ഒരു AC ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.
Thank you. Okay, guys. ഇങ്ങനെ കുറെ സ്നേഹമുള്ള മനുഷ്യരുണ്ട് കേട്ടോ. ഗൈസ്, നമ്മള് ജസ്റ്റ് ഒന്നൊരു ഓട്സിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചോദിച്ച് നമ്മുടെ ഇവിടെ കയറിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ മധുരൈ കന്യാകുമാരി ടോൾ പ്ലാസേൻ്റെ തൊട്ടടുത്തുള്ള ശരവണ ഭവനാണ്. പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒന്നും പറയാനില്ല ഗൈസ്. അവർ നമുക്കിവിടെ വന്നതും ഞാൻ ജസ്റ്റ് ഒരു ചൂടുവെള്ളമാണ് ചോദിച്ചത്, അതിനവരെ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കസ്റ്റമർ സർവീസ് വളരെ നല്ലതാണ്. നിങ്ങൾ ഇതുവഴി എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോർ ഒന്ന് ജസ്റ്റ് കയറി എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിച്ചു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇവരുടെ കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ പോകും തോറും പല രീതിയിലുള്ള ആൾക്കാരാണ്. നമ്മൾ നേപ്പാൾ വരെയൊക്കെ നടന്നും ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് പോകുന്നെന്ന് പറയുമ്പോഴത്തേനും അവരൊക്കെ നല്ല അത്ഭുതത്തോടെ കൂടെയൊക്കെയാണ് കൈസ് നോക്കുന്നത്. കൈസ് എന്തോ ഇവിടെ നിന്നില്ലാത്തൊരു സന്തോഷമാണ്. എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ട്രീറ്റ് നല്ലതാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഈ കാണുന്ന ഹൈവേയിലൂടെ നമ്മൾ നടന്നു വരികയായിരുന്നു ഗൈസ്. നമ്മൾ അവിടെ കൂടെ നടന്നു വരുമായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മളെ എവിടെ പോവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവിടെ നമുക്ക് ചായ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. സത്യം ഗൈസ്, എന്താ ഇത്? ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അതിന്റെ ഒരു സന്തോഷത്തിലാണ് എന്തായാലും. നേപ്പാൾ പോയിട്ട് ഇരിക്കേ തിരുവനന്തപുരം. ആ, ഓ താങ്ക് യു. കണ്ടില്ലേ അവർക്ക് സ്നേഹം, കണ്ടില്ലേ? ചായയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നമ്മളോട് ഇരുന്ന് ചായ കുടിച്ച് പതുക്കെ പോയാൽ മതി എന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഗൈസ്, അവർക്ക് നമ്മളോട് ഒരു ആഗ്രഹം ഉണ്ടെന്ന്, അവർ വണ്ടി എടുത്ത് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. താങ്ക് യു ബ്രോ, താങ്ക് യു. പോയിട്ട് വരാം. ശരി, ബൈ. ഒരു ലോറി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിലോമീറ്റർ അപ്പുറം കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. സേലം ഗൈസ്, നമുക്ക് അങ്ങനെ സേലം പോകുന്ന ഒരു ലോറി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ഹൈവേയിൽ ഇത്രയും റഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്തും അവരെ ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് വേണ്ടി നിർത്താൻ കാണിച്ച മനസ്സ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. എന്തില്ലാത്ത ഭയങ്കര സന്തോഷമാണ് ഗൈസ്, സത്യമായിട്ട് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. നമുക്ക് അവിടെ ഇരുന്നിട്ട് ബാഗ് ഭയങ്കരമായിട്ട് മടിയിൽ വെച്ചിട്ട് വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ബാക്കിൽ വെക്കാൻ പറഞ്ഞിട്ട് ബാക്കിൽ വെച്ചേക്കാണ് കേട്ടോ. ഇപ്പൊ ഗൈസ്, സേലത്തോട്ട് പോകുന്ന ഏതോ ഒരു റൂട്ടിലാണ് ഇപ്പോ. എന്റെ മോനെ, ഇവിടത്തെ ഏറി ഒന്ന് കണ്ടോ ഗൈസ്, നിങ്ങളിത് കാണൂ, കണ്ടോ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ കറക്റ്റ് പ്രോപ്പർ സേലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. 3:30 നമ്മളെ ഇറക്കിയിട്ട് പോയിട്ട് കുറ്റം പറയണതല്ലേ, വെറുതെ അപകട കാര്യമാണോ?
തമിഴ്നാട് സേലത്താണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ, നല്ല മഴ വരികയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സേലത്തുള്ളൊരു പമ്പിലാണ് ഗൈസ്.